മോർണിംഗ് അഭിജിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇപ്പോഴും മേട്ടുപ്പാളയത്തിൽ ഞാനാണ് ഉള്ളത്. ഇപ്പോൾ ഏകദേശം 6 കാലമായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മേട്ടുപ്പാളയത്തിൽ നിന്നാണ് ഈ ഊട്ടിയിലേക്കുള്ള നമ്മുടെ ടോയ് ട്രെയിനിൽ പോണത്. അപ്പം ഞങ്ങളിപ്പോൾ ഹോട്ടൽ മാനൂര വെക്കേറ്റ് ചെയ്തിട്ട് പോകാൻ നിൽക്കുകയാണ്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ്സ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏറ്റവും അടുത്തുള്ള ഈ ഒരു ഹോട്ടൽ തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഓൾറെഡി 7 ഇയേഴ്സ് മുന്നേ ഇവിടെ വന്ന് താമസിച്ചിട്ടാണ് മേട്ടുപ്പാളയത്ത് ഊട്ടിയിലേക്ക് ട്രെയിനിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വളരെ നമുക്ക് എന്താ പറയുക കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഹോട്ടലിൽ ഇത്തവണയും സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വരുമ്പോഴും നിങ്ങൾക്ക് പെട്ടെന്നുള്ള യാത്രയ്ക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഹോട്ടൽ നമ്മൾ സജസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും വെക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പോയി കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ടാണുള്ളത്. നമ്മൾ തിരിച്ചു വരുന്നവരെ നമുക്ക് കാർ ഇവിടെ പാർക്ക് ചെയ്യുന്ന സൗകര്യം കൂടെ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സേഫായിട്ട് തന്നെ പോയിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പോണ വഴി കാണാം. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി 5 മിനിറ്റ് കൊണ്ട് തന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ എത്തുമ്പോഴത്തേക്കിന് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് 7:10 എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈം ഉണ്ടെങ്കിൽ ട്രെയിൻ എടുക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അരമണിക്കൂർ മുന്നേ വന്നാലും 1 മിനിറ്റ് പോലും ലേറ്റ് ആയിട്ട് വരാൻ പാടില്ല കേട്ടോ. മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടിയിലേക്ക് ഡെയിലി ഒരേ ഒരു സർവീസ് മാത്രമേ ഉള്ളൂ. 1 മിനിറ്റ് നിങ്ങൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു ദിവസം നഷ്ടപ്പെടുത്തും കേട്ടോ. അതെപ്പോഴും നിങ്ങൾ ഓർമ്മയിൽ വെക്കണം. പിന്നെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങാനും കഴിക്കാതെയാണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഷോപ്പുണ്ട്. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അല്ലെങ്കിൽ വാങ്ങി കയ്യിൽ വെക്കുകയോ വേണം കേട്ടോ. ഞങ്ങൾ ഇനി 12:30 മാത്രമേ ഊട്ടിയിൽ എത്തുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ എന്തെങ്കിലും ഫുഡായിട്ട് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിൻ്റെ മുൻവശത്തെ ഈ കാഴ്ചകളൊക്കെ കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ. എൻജിൻസും അപ്പോൾ എല്ലാവരും ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള തിരക്കാണ്. ഈ ഒരു ട്രെയിൻ കാണുമ്പോൾ എല്ലാവർക്കും പൊതുവെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. ഈ നീരാവി എഞ്ചിൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇതിപ്പോഴും വർക്ക് ചെയ്യുന്നത്. മേട്ടുപ്പാളയം തൊട്ട് കൂനൂർ വരെ ഈ സ്റ്റീം എഞ്ചിൻസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ യാത്ര. അപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ 5 മിനിറ്റും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെയിൻ എടുക്കേണ്ട സമയമാവും. നമ്മൾ ആക്ച്വലി ഈ ഒരു ട്രെയിന് യാത്ര ഇപ്പോൾ ഫെബ്രുവരിയിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 2 മന്ത്സ് മുന്നേ ഏകദേശം നവംബർ പകുതിയോടുകൂടി ടിക്കറ്റ് നോക്കിയിട്ടാണ് നമുക്ക് ഈ ഫെബ്രുവരിയിൽ ഈ ഒരു ട്രെയിൻ ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. നമ്മൾ നോർമലി ട്രെയിൻ ബുക്ക് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഈ ഒരു ട്രെയിനും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഇതിൽ 3 കാറ്റഗറി ആയിട്ടുണ്ടാകുക. അതായത് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, റിസർവേഷൻ. ഫസ്റ്റ് ക്ലാസ്സിലാണെങ്കിൽ 16 പേർക്ക് യാത്ര ചെയ്യാം. സെക്കൻഡ് ക്ലാസ്സിൽ 142 പേർക്ക്. പിന്നെ റിസർവേഷൻ ഇല്ലാതെ ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്തിട്ട് 65 പേർക്ക്. ഇത്രയുമാണ് ഈ ഒരു ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് കേട്ടോ. മേട്ടുപ്പാളയത്ത് നിന്ന് നമ്മൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ പാടങ്ങളാണ് കേട്ടോ. വാഴയും തെങ്ങും കവുങ്ങും ഒക്കെ ആയിട്ട് നിറയെ പാടങ്ങളുള്ള സ്ഥലത്തൂടെയാണ് നമ്മുടെ യാത്ര ഉണ്ടാവുക. നല്ല രസമാണ് പുറത്ത് ഈ ഒരു കോടമഞ്ഞിൽ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കാനായിട്ട്. മേട്ടുപ്പാളയത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ ആദ്യത്തെ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് കല്ലാർ സ്റ്റേഷൻ. ഇവിടെ നമുക്ക് സ്റ്റോപ്പ് പോയിൻ്റ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മുടെ സീറ്റുകളൊക്കെ ചെറിയ സീറ്റുകളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലഗേജസ് പരമാവധി കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാനൊക്കെ പറ്റും. കല്ലാർ സ്റ്റേഷൻ കഴിയുന്നതോടുകൂടി തന്നെ നമ്മുടെ മല കയറ്റം ആരംഭിക്കുക കേട്ടോ. ഇനി അങ്ങോട്ട് ഇതുപോലത്തെ കാടുകളിലൂടെയാണ് നമ്മുടെ യാത്ര. ഒത്തിരി പാറക്കെട്ടുകളും അതൊക്കെ ആയിട്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇതിലിരിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നുണ്ട് കേട്ടോ. എങ്ങനെയാവും ഈ ഒരു റെയിൽപാത നിർമ്മിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. കാരണം ഒത്തിരി നിറയെ പാറക്കൂട്ടങ്ങളാണ്. പിന്നെ കാട്ടിനുള്ളിൽ എങ്ങനെയാവും ഇതൊക്കെ കൊണ്ടു ചെന്ന് എത്തിച്ച് ഈ ഒരു റെയിൽപാത നിർമ്മിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെയായിരുന്നു ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. 1854 ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങി. പിന്നെ നീണ്ട 45 വർഷം ഇത് നിർത്തിവച്ചേക്കായിരുന്നു. പിന്നെ 1899 മദ്രാസ് റെയിൽവേ കമ്പനി ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതും ഈ ഒരു പാത സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സിനിമകളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു റെയിൽ പാതയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർക്ക് ഒത്തിരി ഇഷ്ടം ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാനും. നമുക്ക് ടിക്കറ്റിൻ്റെ സൗകര്യമൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു 2 മന്ത്സ് 3 മന്ത്സ് എടുത്തിട്ടൊക്കെയാണ് നമുക്ക് ഈ ടിക്കറ്റ് സൗകര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഈ നീലഗിരി മലയോര തീവണ്ടി കടന്നു പോകുന്നത് മൊത്തത്തിൽ 46 കിലോമീറ്റർ ആണ് കേട്ടോ. ഈ 46 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഇടയിൽ തന്നെ നമ്മൾ 208 വളവുകളും അതുപോലെ 16 ടണലും 250 പാലങ്ങളും കവർ ചെയ്തിട്ടാണ് കേട്ടോ പോണത്.
നമ്മുടെ മനോഹരമായിട്ടുള്ള യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാനായിട്ട് ഇതാണ് ഭവാനിപ്പുഴ. ഈ ഭവാനിപ്പുഴയിൽ നിന്നുള്ള വെള്ളം വെച്ചിട്ടാണ് നമ്മുടെ ഈ ട്രെയിൻ വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഡെയിലി 8000 ലിറ്റർ വെള്ളമാണ് ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റീം എഞ്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ആദ്യത്തെ റിഫ്രഷ്മെൻറ്റ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അഡേളി എന്നാണ് ഈ ഒരു സ്റ്റേഷൻ്റെ പേര്. ഇതുപോലെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ട്രെയിൻ ഓരോ സ്റ്റോപ്പുകളിലും ഇങ്ങനെ നിർത്തി തരും കേട്ടോ. അപ്പം നമുക്കിവിടെ ഇറങ്ങിയിട്ട് നല്ല നല്ല ഫോട്ടോസ് എടുക്കുക, കാഴ്ചകൾ കാണാം, ഒരു റിഫ്രഷ്മെൻ്റ് ആയിട്ട് നമുക്കിങ്ങനെ ഇറങ്ങാൻ പറ്റും. അതൊരു നല്ല രസമാണ്, നല്ല നല്ല വ്യൂസൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളും ഇതുപോലെ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. മേട്ടുപ്പാളയം തൊട്ട് കൂനൂര് വരെ ഇതുപോലെ കുത്തനെയുള്ള കയറ്റവും കൊടുങ്കാടിനോടുകളിലാണ് നമ്മുടെ യാത്ര കേട്ടോ. ഏഷ്യയിൽ തന്നെ ഏറ്റവും കുത്തനെയുള്ള കയറ്റവും ഈ പാതയിലാണ്. മണിക്കൂറിൽ വെറും 13 കിലോമീറ്റർ മാത്രമാണ് കേട്ടോ ഇതിൻ്റെ വേഗത. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടിയിലേക്ക് എത്താനായിട്ട് 5 hours ജേണി എടുക്കുന്നത്. അല്ലാതെ നിങ്ങൾ റോഡ് മാർഗം പോവുകയാണെങ്കിൽ ഒരു 2 hours കൊണ്ട് നിങ്ങൾക്ക് മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടിയിലേക്ക് എത്താൻ പറ്റും. പാറക്കൂട്ടങ്ങളുടെയൊക്കെ തൊട്ടടുത്ത് കൂടി ട്രെയിൻ പോകുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഒത്തിരി സാഹസമൊന്നും കാണിച്ച് കയ്യും തലയൊന്നും പുറത്തിടാതിരിക്കുകയാണ് കേട്ടോ നല്ലത്. നമ്മൾ ഈ ഒരു ട്രെയിനിൽ പോകുന്നതുകൊണ്ടാണ് നമുക്ക് മേട്ടുപ്പാളയം ടു ഊട്ടി നമ്മൾ ഈ ഒരു 5 hours ജേണി വരുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ റോഡ് വഴിയാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 2 hours കൊണ്ട് തന്നെ മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടിയിലേക്ക് എത്താനായിട്ട് പറ്റും. ഇനിയിപ്പം നിങ്ങൾ ഈ ട്രെയിനിൽ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ഈ ഒരു ട്രെയിനിൽ തന്നെയാണ് വരുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ, അതായത് ഊട്ടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് മൊത്തം കയറ്റമാണ്, മല കയറ്റമാണ്. അപ്പോൾ നമുക്ക് 5 hours എടുക്കും. പക്ഷെ നമ്മൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് 3.5 hour കൊണ്ട് നമുക്ക് മേട്ടുപ്പാളയത്തേക്ക് തിരിച്ചെത്താൻ പറ്റും ഊട്ടിയിൽ നിന്ന്. പിന്നെ നിങ്ങൾ പോകുമ്പോൾ തന്നെ ഇതുപോലെ ഓരോ സ്റ്റോപ്പിൽ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കുക. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ഹിൽ ഗ്രോവ് എന്ന് പറഞ്ഞ സ്റ്റോപ്പാണ് കേട്ടോ. ഇവിടെ കുറേ കുരങ്ങന്മാരുടെ ശല്യമുണ്ട്. അത് കാരണം തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വിൻഡോസും എല്ലാം ക്ലോസ് ചെയ്തിട്ടിട്ട് വേണം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് കയറുമ്പോഴത്തേക്ക് നമ്മളെ വല്ല ബാഗോ സാധനങ്ങളൊക്കെ കുരങ്ങന്മാർ കൈവശപ്പെടുത്തിയിട്ടുണ്ടാവും. ഹിൽ ഗ്രൂവ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മനോഹരമായിട്ടുള്ള അടുത്തൊരു സ്റ്റേഷനിലാണ് എത്തിയിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഇതുപോലെയാണ് ഈ ഒരു എൻജിനിൽ വാട്ടർ ഫില്ല് ചെയ്യുക കേട്ടോ. ഇത് തീരുന്നതിനനുസരിച്ചിട്ട് ഓരോ സ്റ്റോപ്പിൽ അവർ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ മനോഹരമായിട്ടുള്ള സ്റ്റേഷൻ. ഭയങ്കര രസമാണിത്. റെണ്ണി മേഡ എന്നാണ് ഈ ഒരു സ്റ്റേഷൻ്റെ പേര് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പുറത്തിറങ്ങി ഫോട്ടോസ് എടുക്കും. ഒത്തിരി സമയം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടും കേട്ടോ. നല്ല ഭംഗിയാണ് ഈ ഒരു സ്ഥലം കാണാനായിട്ടും. ഇവിടുന്ന് നമുക്ക് തേയിലത്തോട്ടങ്ങളൊക്കെ കുറച്ചൊക്കെ ആയിട്ട് കാണാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ട്രെയിൻ യാത്ര എന്നെ സംബന്ധിച്ച് സെക്കൻഡ് ടൈമാണ്. എന്നാൽ കൂടെ എത്ര ടൈം പോയാലും നമുക്ക് മടുക്കാത്തൊരു യാത്രയാണ് കേട്ടോ. നമുക്ക് കാടും മലകളും അതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു യാത്ര എത്ര പോയാലും മടുക്കില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ അത്യാവശ്യം കുറേ നേരം തന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ ട്രെയിനിൻ്റെ മോഡൽ അതുപോലത്തെയൊക്കെ അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റാക്ക് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ്. ഇത് കണ്ടില്ലേ, റാക്സ് ആൻഡ് പിനീർ എന്ന് പറഞ്ഞാൽ ആ ഒരു സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് ഈ മല കയറുന്നത്. ഈ റാക്ക് സിസ്റ്റത്തിൽ പിടിച്ച് മല കയറാനായിട്ടുള്ള ഈ എൻജിൻസ് പൽചക്രങ്ങളുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഈ മല കയറുന്നത്. ഇവിടെ ഒരു നല്ല പെയിൻറ്റിങ് കണ്ടു, അതും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ യാത്ര കൂനൂർ എത്തിയിട്ടുണ്ട്. കൂനൂരാണ് മെയിൻ ഇൻ്റർമീഡിയറ്റ് സ്റ്റേഷൻ എന്ന് പറയില്ലേ, മെയിൻ സ്റ്റേഷനാണ് ഈ ഒരു കൂനൂർ സ്റ്റേഷൻ കേട്ടോ. നമ്മൾ മേട്ടുപ്പാളയം തൊട്ട് കൂനൂർ വരെ വന്നത് ഈ റാക്ക് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ്. ആക്ച്വലി ഇന്ത്യയിൽ തന്നെ ഹിമാചലിൽ ട്രെയിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മേട്ടുപ്പാളയത്ത് ഈ ട്രെയിൻ തന്നെയുള്ളൂ ഈ ഒരു റാക്ക് സിസ്റ്റം യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മൾ നോർമൽ ഡീസൽ എഞ്ചിനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, കൂനൂർ എത്തിക്കഴിഞ്ഞാൽ എഞ്ചിനൊക്കെ ഒന്ന് മാറ്റി നമ്മൾ സാധാ നമ്മുടെ നോർമൽ ട്രെയിൻ ഡീസൽ എഞ്ചിൻ യൂസ് ചെയ്തിട്ടാണ് ഇനി അങ്ങോട്ട് ഊട്ടി വരെയുള്ള യാത്ര. ഈ കൂനൂരാണ് ഇവരുടെ മെയിൻ അറ്റകുറ്റപ്പണികളും ഈ ട്രെയിനിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് പേര് ഇറങ്ങാനും കയറാനൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇത് മെയിൻ സ്റ്റേഷനാണ്. കുറേ പേർക്ക് ഇവിടെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ ഒരുപാട് പേര് കൂനൂർ വന്നിട്ട് ഇറങ്ങും. അങ്ങനെ നമ്മൾ എന്തായാലും കൂനൂരിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള യാത്രയാണ്. ഇനി അങ്ങോട്ട് മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ ഇനി നമ്മൾ പോകുന്നത് യൂക്കാലി
ട്രീ ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ കൂടെയാണ് കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലാണ് ആ ട്രീൻ്റെ ഇടയിൽ കൂടെ നമുക്കിങ്ങനെ പോകുമ്പോൾ. പിന്നെ നമുക്ക് ഇപ്പോൾ തൊട്ട് അങ്ങോട്ട് ഊട്ടിയുടെ ആ ഒരു സ്ട്രക്ചറും വീടുകളും എല്ലാം നല്ല മനോഹരമായിട്ട് ഇങ്ങനെ വിസിബിൾ ആയിരിക്കും കേട്ടോ. നല്ല രസമാണ് പുറത്ത് നോക്കിയത്. നമുക്ക് ആക്ച്വലി ഈ ഒരു 5 മണിക്കൂർ പോയി എന്ന് തന്നെ അറിയാൻ പറ്റില്ല, അതുപോലെ അടിപൊളിയാണ്. ഇനി അടുത്ത് വരുന്ന ഈ വെല്ലിംഗ്ടൺ സ്റ്റേഷൻ, ഇതൊന്നും പിന്നെ സ്റ്റോപ്പ് ചെയ്യത്തൊന്നുമില്ല, പക്ഷെ നല്ല രസമാണ് കേട്ടോ ഈ സ്റ്റേഷനൊക്കെ കാണാനൊക്കെ ആയിട്ട്. സമുദ്രനിരപ്പിൽ നിന്ന് തന്നെ 330 മീറ്റർ ഉയരത്തിലുള്ള സ്ഥലമാണ് മേട്ടുപ്പാളയം. അവിടുന്ന് വീണ്ടും 46 കിലോമീറ്റർ സഞ്ചരിച്ച് 2200 മീറ്റർ ഉയരത്തിലാണ് ഊട്ടി സ്ഥിതി ചെയ്യുന്നത്. അതാണ് നമ്മൾ ഈ ട്രെയിൻ ഇങ്ങനെ കയറി പോയിട്ട് 4.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഊട്ടിയിലെത്തുന്നത് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അത്ഭുതം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് യുനെസ്കോ ലോക പൈതൃക സ്മാരകങ്ങളിൽ ഒന്നായിട്ട് ഹിമാലയത്തിലെ ഡാർജിലിങ്ങിലെ ട്രെയിനിയും സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഊട്ടിയിലതും ലോക പൈതൃക സ്മാരകമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊക്കെയല്ലേ നമ്മൾ കാണേണ്ടത്. ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു ട്രെയിൻ യാത്ര നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം കേട്ടോ. പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കാനായിട്ട്, നിങ്ങൾക്ക് ഈ ട്രെയിൻ യാത്രയിലിടയ്ക്ക് വെള്ളം വാങ്ങിക്കാനായിട്ട് കിട്ടത്തില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ബോട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാലും ഇതുപോലെ പൈപ്പ് ഉണ്ട്, അതിൻ്റെ അകത്ത് വെള്ളം ഫില്ല് ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരു സ്റ്റോപ്പിൽ നിന്ന് പോലും വെള്ളം വാങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നിങ്ങളുടെ കയ്യിൽ തന്നെ നിങ്ങൾ കരുതണം. അതിപ്പോൾ ഭക്ഷണ സാധനങ്ങളാണെങ്കിൽ എന്താണെങ്കിലും ഈ ഒരു 5 hours നിങ്ങളുടെ കയ്യിലുള്ള സാധനം തന്നെ വേണ്ടി വരും നിങ്ങൾ കഴിക്കാനും കുടിക്കാനൊക്കെ ആയിട്ട്. അല്ലാതെ ഒരു സ്റ്റോപ്പിലും നമുക്ക് അങ്ങനെയുള്ള സൗകര്യമില്ല. പിന്നെ കൂനൂർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചോക്ലേറ്റ്സ് അങ്ങനത്തെ ഇതൊക്കെ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. വെള്ളത്തിൻ്റെ കാര്യമാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒരു കാരണവശാലും നിങ്ങൾക്ക് എവിടുന്നും അതുപോലെയുള്ള വെള്ളം കിട്ടത്തില്ല. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ ഇപ്പോൾ ലൗഡയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ലൗഡയിൽ മെയിനായിട്ടുള്ളൊരു സ്റ്റേഷൻ തന്നെയാണ്. കാരണം ഊട്ടിയുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഈ ഒരു ലൗഡയിൽ. അപ്പോൾ ഇവിടെയും എല്ലാവരും ഇറങ്ങിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. കാരണം ഇനി അങ്ങോട്ട് ഊട്ടി എത്തി, ഇനി വേറെ നമുക്ക് ഇറങ്ങാനായിട്ടുള്ള സ്ഥലമൊന്നുമില്ല. നിങ്ങൾ എപ്പോഴും ഊട്ടിയിലേക്ക് വരുമ്പോൾ എല്ലാ സ്റ്റോപ്പിലും ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകുക കേട്ടോ. കാരണം തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ട്രെയിൻ എല്ലാ സ്റ്റോപ്പിലൊന്നും നിർത്തത്തില്ല. അതുകൊണ്ട് പരമാവധി ഈ ഒരു യാത്ര നിങ്ങൾ മാക്സിമം മുതലാക്കിയിട്ട് തന്നെ വരിക കേട്ടോ. അങ്ങനെ 12:30 കറക്റ്റായപ്പോൾ നമ്മൾ ഊട്ടിയിലേക്ക് എത്തിയിട്ടുണ്ട്. യെസ്, ഉദകമണ്ഡലം നമ്മൾ ലാൻഡ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ നേരെ റൂമിലേക്ക് പോകും. അതിനുശേഷം ഫ്രഷ് ആയിട്ടാണ് നമ്മൾ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ഇറ്റ്സ് മീ അബീജു സൈനിങ് ഓഫ്.